എൻ്റെ ജീവിതത്തിൽ ആഹ്ലാദങ്ങൾ കുറവാണ്. എങ്കിലും ഈ യത്നത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ആഹ്ലാദം അപരിമിതമത്രേ. ശ്രീ മഹാഭാരതം ഈ വിധത്തിൽ എഴുതാൻ സാധിച്ചത് എൻ്റെ പേനയുടെ പുണ്യം. സ്വീകരിച്ചാലും കുറവുകൾ പൊറുത്താലും. മഹാഭാരതം ശ്രീനാരായണനെയും നരനെയും സരസ്വതി ദേവിയെയും നമിച്ചുകൊണ്ട് ജയമെന്നു പേര് കേട്ട മഹാഭാരത കഥ പറഞ്ഞു തുടങ്ങുന്നു. ആരാണ് പറഞ്ഞു തുടങ്ങുന്നതെന്നറിയോ? നമുക്കേവർക്കും പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചർ. മഹാഭാരതം സുഗതകുമാരി. ഭാരതം ലോകത്തിന് സമ്മാനിച്ച ഇതിഹാസ കൃതിയാണ് മഹാഭാരതം. എണ്ണമറ്റ കഥാസന്ദർഭങ്ങളിലൂടെ നൂറ്റാണ്ടുകളായി മാനവരാശിയെ വിസ്മയിപ്പിച്ച ഈ അദ്ഭുത കൃതി ഗദ്യരൂപത്തിൽ അതീവ ലളിതമായി ആസ്വാദകർക്ക് സമർപ്പിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവയിത്രി സുഗതകുമാരി. മഹാഭാരതത്തിലെ കഥകളും ഉപകഥകളുമെല്ലാം ഈ ആഖ്യാനത്തിൽ ആസ്വാദന മിഴിവോടെ അവതരിപ്പിക്കപ്പെടുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാവുന്ന മഹാഭാരതത്തിന്റെ പുനരാഖ്യാനം.